Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. വാനോളം ആവശ്യമുണർത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് അവസാനം. എടക്കരയിൽ കലാശക്കൊട്ടോടെയാണ് ഇടതു വലത് മുന്നണികളുടെയും SDPIയുടെയും പരസ്യപ്രചാരണം അവസാനിച്ചത്. നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന വമ്പൻ കലാശക്കൊട്ട എടക്കര ടൌണിനെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കി. ബുധനാഴ്ചത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം വ്യാഴാഴ്ച നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോളിംഗ് ബൂത്തുകളിലേക്കെത്തും. ഇടത് വലത് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും വിജയപ്രതീക്ഷ പുലർത്തുന്ന നിലമ്പൂരിൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. എടക്കര മുസ്ലിയാരങ്ങാടി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറി വരെ SDPIയും, കുരിക്കൽ ടെക്സ്റ്റൈൽസ് മുതൽ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിന്റെ പകുതി വരെ UDFന്റെയും, മീൻ മാർക്കറ്റ് മുതൽ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിന്റെ പകുതി വരെ LDFന്റെയും സ്ഥലമായാണ് കലാശക്കൊട്ടിന് ക്രമീകരിച്ചിരുന്നത്. ഏറനാട് ആശുപത്രി ജംഗ്ഷൻ മുതൽ പുതിയ സ്റ്റാൻഡ് വഴി വരെയുള്ള സ്ഥലം NDA സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചിരുന്നുവെങ്കിലും അവർ കൊട്ടിക്കലാശം ഒഴിവാക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ കൊട്ടിക്കലാശം ഒഴിവാക്കി പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനാണ് സമയം ചെലവഴിച്ചത്. വൈകിട്ട് 3:30 മുതൽ തന്നെ വിവിധ മുന്നണികൾ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ അന്തർ സംസ്ഥാന പാതയായ KNG റോഡ് കൈയടക്കിയിരുന്നു. കനത്ത പോലീസ് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് ബാരിക്കേഡുകൾ നിരത്തിയാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചിരുന്നത്. UDF പ്രവർത്തകർക്ക് ആവേശം പകർന്ന് എടക്കരയിൽ ചാണ്ടി ഉമ്മൻ MLA, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഫൈസൽ തങ്ങൾ എന്നിവരും മറ്റു നേതാക്കളും കൊട്ടിക്കലാശത്തിനെത്തിയിരുന്നു. ഈസ്റ്റ് ലൈവ്, എടക്കര.